Hi friends, Exam Selective Study channel സ്വാഗതം. +1 +2 NCERT ക്ലാസ്സസ് ഫിസിക്സ് എന്ന +2 ഫിസിക്സിലെ അറ്റോമിക് ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. നിങ്ങൾ എക്സാം എഴുതുന്ന അതേ ഗൗരവത്തോടെ തന്നെ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടി നോക്കുക, കിട്ടുന്ന മാർക്ക് കമൻറ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻസും തരുന്നതാണ്. ചോദ്യം ഉത്തരം വായിച്ചു പോകുന്ന രീതി എങ്ങനെ എത്രത്തോളം ശരിയാവുമെന്ന് അറിയില്ല. കാരണം PSCയുടെ പഴയ പാറ്റേൺ ആയിരുന്നെങ്കിൽ നമ്മൾ കുറേ ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിച്ച് പോയി പരീക്ഷ എഴുതിയ എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മാത്സിലെ ഫലങ്ങൾ ഇപ്പോൾ ധാരാളം പരീക്ഷകൾ ഉണ്ടാണല്ലോ. 10th പ്രിലിംസ് 12th പ്രിലിംസ് മെയിൻസ് ഒക്കെ എക്സാമിനൊക്കെ വരുമ്പോൾ അറിയാം പല രീതിയിൽ ഡിഫിക്കൽട്ട് ചെയ്തിട്ട് PSC പല പരീക്ഷകളിലും ഇൻഡെപ്ത് ആയിട്ടൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ എക്സാം ഈസി ആണെങ്കിൽ അത്രയും നല്ലത്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് പഠിച്ചാൽ നല്ലത്. അതല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാണ് വരുന്നത്, ഇപ്പോൾ ഡിഫിക്കൽട്ട് ലെവലാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ അന്നേരം നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്ന് ഒരു സബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ അന്ന് നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്ന ആൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി വാങ്ങിച്ച് പോകും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ക്വസ്റ്റിനും അതിനകത്തുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് വേണം പോവുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പേടിക്കാതെ ധൈര്യത്തോടെ അന്ന് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ദ കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ ആർ, ഇത് തന്നെ ട്രിക്കി ആയിട്ടൊരു വേർഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ, ഈ ഒരു ക്വസ്റ്റിനിൽ അറ്റോമിക് ന്യൂക്ലിയർ അല്ല പകരം ആറ്റം എന്നാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം വായിച്ച് പഠിച്ചു പോകാതെ എന്താണ് ചോദ്യം, ചോദ്യത്തിൽ എന്താണ് അതിനകത്തുള്ള നിങ്ങൾക്ക് മാർക്ക് പോകാൻ വേണ്ടി എന്താണ് നെഗറ്റീവ് വരുത്താൻ സാധ്യതയുള്ളത് എന്ന് അറിഞ്ഞ് വേണം പഠിച്ചു. ജസ്റ്റ് വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിലായിരിക്കും നിങ്ങൾ ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഡയറി സയൻസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് വരുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ദ കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ. ഇവിടെ അറ്റോമിക് ന്യൂക്ലിയർ എന്നൊരു ടേം ഉണ്ട്. ഓപ്ഷൻസ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, പ്രോട്ടോൺസ് ഓൺലി, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഉത്തരം എന്താണെന്ന് നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അറ്റോമിക് ന്യൂക്ലിയയിൽ എന്താണുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റോമിക് ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും പ്രോട്ടോൺസും മാത്രമാണുള്ളത്. ഇവിടെ ഡി ഒരു ഓപ്ഷൻ കണ്ടു, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇതാണ് ഇവിടുത്തെ നെഗറ്റീവ് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻ. കാരണം നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ കോൺസ്റ്റുവൻസ് ഓഫ് ആറ്റം, ആറ്റം കൺസിസ്റ്റ് ഓഫ്, അപ്പോൾ നമ്മൾ മനസ്സിൽ വരുന്നത് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, അതല്ലേ ശരി എന്ന് തോന്നും. അവിടെ ആറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇവിടെ അറ്റോമിക് ന്യൂക്ലിയർ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ ഇതെന്ന്. കാരണം അറ്റോമിക് ന്യൂക്ലിയയും ആറ്റവും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എക്സ്പ്ലനേഷൻ അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എക്സാമിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ ചോദിച്ചാൽ അത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ്. ഇനി ആറ്റം ആണ് ചോദിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇതിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് എക്സാമൊക്കെ മോക്ക് ടെസ്റ്റൊക്കെ എഴുതി പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവർക്ക് അത് അറിയാൻ പറ്റും, അവർ പെട്ടെന്ന് ഉത്തരം. ഇതൊന്നും ചെയ്യാതെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നവർക്കായിരിക്കും അവിടെ എത്തുമ്പോൾ ഡൗട്ട് വരും, ആറ്റം ആണോ അറ്റോമിക് ന്യൂക്ലിയർ ആണോ. ആറ്റം എന്ന് വായിച്ച് ആറ്റം എന്നാണ് നിങ്ങൾ തെറ്റായിട്ട് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ ഡി ആൻസർ മാർക്ക് ചെയ്യുകയും ചെയ്യും, ഉത്തരം തെറ്റുകയും ചെയ്യും, നിങ്ങളുടെ ഒരു മാർക്ക് പോവുകയും ചെയ്യും, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പുറകോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇപ്പോൾ 2 സമയം കൊണ്ട് മാക്സിമം എക്സ്പ്ലെയിൻ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിക്കുക. ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന് മിനിമം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു പോവുക. അപ്പോൾ കോൺസ്റ്റുവൻസ് ഓഫ് അറ്റോമിക് ന്യൂക്ലിയർ ആണ് ചോദിക്കുന്നതെങ്കിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും. ഇവരുടെ മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അറ്റോമിക് ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു, പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസിൻ്റെ നമ്പർ തന്നിട്ടുണ്ടാവും, അത് തമ്മിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം മാസ് നമ്പർ കണ്ടുപിടിക്കുക. ഒരു എലമെൻറ്റ് തന്നിട്ട് അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും വേണമെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസിൻ്റെ നമ്പർ തന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും മാസ് നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മാസ് നമ്പർ കണ്ടുപിടിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ആ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ ടോട്ടൽ നമ്പർ കാണും, അതാണ് മാസ് നമ്പർ. ഇനി അടുത്ത ലെറ്റർ ഇസഡ്. ഇസഡ് എന്താണ്? അറ്റോമിക് നമ്പർ. തെറ്റരുത്, ഇസഡ് അറ്റോമിക് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഈ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺ. ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതാണ് ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ ബിയിൽ ഇസഡ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞത്. അടുത്തത് നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഈ A- ന്യൂട്രോൺസ് എങ്ങനെ വന്നെന്ന് പറയാനാണ് ഈ ഒരു ടേബിള്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന? മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന A- അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ ഇസഡ്, A-Z. നമ്മളിവിടെ നേരത്തെ പറഞ്ഞില്ലേ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോട്ടോൺസും ന്യൂട്രോൺസും ടോട്ടൽ നമ്പർ എടുക്കാൻ. അപ്പോൾ ടോട്ടൽ നമ്പർ കാണാൻ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസിൻ്റെ മാസ് നമ്പർ കാണാൻ പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ടോട്ടൽ നമ്പർ. അപ്പോൾ അതിൽ നിന്ന് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണാൻ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക.
അടുത്ത ചോദ്യം ഇതാണ് ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്, കാരണം മാർക്ക് പോകാൻ ഏറ്റവും സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് 11Na23, ഇത് സോഡിയം ആണ്. സോഡിയത്തിൻ്റെ അപ്പം 11 എന്താണ്? അപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയായിരിക്കും? ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ആൻസർ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സോഡിയം 1123 ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക, ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സോഡിയം ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 തന്നിട്ടുണ്ട്, മാസ് നമ്പർ 23 തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഉണ്ട് 12 11 0, 23 12 11, 11 12 0, 23 11 12. ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 11 12 0. ആൻസർ ആകുമ്പോൾ പലർക്കും സംശയം വരാം, എന്തുകൊണ്ട് 11 12 11 എന്ന് വന്നില്ല എന്ന്. പറഞ്ഞുതരാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? കാരണം സോഡിയം 11, അത് അറ്റോമിക് നമ്പർ 11 ആണ്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസോ, നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കിട്ടി 11. അടുത്ത എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. അതായത് 23 മൈനസ് 11, 23 മൈനസ് 11 ചെയ്താൽ എത്ര കിട്ടും? 12 കിട്ടും. ഇപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസും കിട്ടി. ഇനിയിപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? ഇലക്ട്രോൺസിൻ്റെ നമ്പർ. അപ്പോൾ ഇവിടെയാണ് ചിലർക്ക് സംശയം വരുന്നത്, കാരണം നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒക്കെ സെയിം എന്നൊരു ഇതുണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് 0 വന്നു? അതാണ് പറയുന്നത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സോഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് സോഡിയം. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺസ് ഇല്ല. അതുകൊണ്ടാണ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ 0 വന്നിരിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ. ഇലക്ട്രോൺസ് ഷെല്ലിൻ്റെ പുറത്ത്, ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഷെല്ലിലാണ് റിവോൾവ് ചെയ്യുന്നത്. ഇൻ ദ ആറ്റം, സോഡിയം ആറ്റം എന്നാണ് ചോദ്യം വന്നിരുന്നത്. ഇൻ ദ ആറ്റം ഓഫ് സോഡിയം, അല്ലെങ്കിൽ സോഡിയം ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആൻസർ മാറുമായിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചിരുന്നത് ന്യൂക്ലിയസ് എന്നാണ് ചോദിച്ചത്. സോഡിയത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്, എത്ര ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് ആൻസർ അറിയാം. പ്രോട്ടോൺസ് 11, ന്യൂട്രോൺസ് 12, ഇലക്ട്രോൺസ് 0. കാരണം ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺസ് ഇല്ല, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ദ ന്യൂക്ലിയൈ C613 ആൻഡ് N714 ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എസ്. ഈ C613 എന്ന് വെച്ചാൽ കാർബൺ ആണ്, N7 നൈട്രജൻ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം, ന്യൂക്ലിയൈ C613 ആൻഡ് N714 ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എസ്. ഓപ്ഷൻസ് ഐസോട്ടോൺസ്, ഐസോബാർസ്, ഐസോടോപ്സ് ഓഫ് കാർബൺ, ഐസോടോപ്സ് ഓഫ് നൈട്രജൻ. ആൻസർ നോക്കാം. കറക്റ്റ് ആൻസറോടെ ഓപ്ഷൻ എ ആണ്, ഐസോട്ടോൺസ്. അപ്പോൾ എന്താണ് ഐസോട്ടോൺസ് എന്നറിയണം, ഐസോബാർ എന്നറിയണം. അപ്പോൾ 3 ടേം ഇവിടെ ഉണ്ട്. ഐസോട്ടോൺസ് കണ്ടു, ഐസോബാർസ് കണ്ടു, ഐസോടോപ്സ് കണ്ടു. ഇവിടെ ആൻസർ ഐസോട്ടോൺ ആണ്. അപ്പോൾ ഐസോട്ടോൺ എന്താണെന്ന് പറഞ്ഞുതരാം. ഐസോട്ടോൺ എന്ന് വെച്ചാൽ എലമെൻറ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണെങ്കിൽ അതിന് ഐസോട്ടോൺ എന്ന് പറയും. ഇപ്പോൾ എങ്ങനെയാണ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോണിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഇവിടെ C613, 13 മൈനസ് 6 ചെയ്താൽ കിട്ടുന്നത് 7. അടുത്ത N714, 14 മൈനസ് 7 ചെയ്യുമ്പോഴും കിട്ടുന്ന നമ്പർ 7. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണ്, 7 ആണ്. രണ്ട് ന്യൂക്ലിയസിൽ, അതായത് C613ലും N714ലും സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. അങ്ങനെ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഐസോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, C613 ആൻഡ് N714 എന്നീ 2 എലമെൻറ്റിലും നമ്മൾ ന്യൂട്രോൺസ് കണ്ടുപിടിക്കുകയാണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 13 മൈനസ് 6 ചെയ്താലും 7 കിട്ടും, 14 മൈനസ് 7 ചെയ്താലും കിട്ടുന്ന ആൻസർ 7 ആണ്. അപ്പോൾ അവർക്ക് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ എന്താണ്, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നാൽ അങ്ങനെയുള്ള എലമെൻറ്റ്സ് വിളിക്കുന്നതാണ് ഐസോട്ടോൺസ്. അപ്പോൾ ഐസോട്ടോൺസ് എന്താണെന്ന് മനസ്സിലായി. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സിനെയാണ്, അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഐസോട്ടോൺസ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ടേംസ് നോക്കാം. ഐസോബാർസ് എന്താ, ഐസോടോപ്സ് എന്താണെന്ന് നോക്കാം. ഐസോട്ടോൺ എല്ലാവർക്കും മനസ്സിലായി. എലമെൻറ്റ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി അടുത്തത് ഐസോടോപ്സ്. ഐസോടോപ്സ് എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഒരേ അറ്റോമിക് നമ്പർ ഉള്ളതായിരിക്കും, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഹൈഡ്രജൻ പഠിച്ചിട്ടുണ്ട്, H1, H12, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറഞ്ഞത് അത് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ്. അവർക്കൊക്കെ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, H1, H12. അപ്പോൾ അവിടെ എന്താ വന്നേക്കണം, H12, H13. മാസ് നമ്പർ അവിടെ ഡിഫറെൻ്റ് ആണ്. അതിനാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് വിളിക്കുന്നത്. സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അടുത്ത ഐസോബാർസ് എന്താണ്, എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് ദ സെയിം മാസ് നമ്പർ. അവർക്ക് മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഐസോബാർസിൻ്റെ എക്സാമ്പിൾ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയും ഞാൻ പറഞ്ഞു, ഐസോട്ടോൺ പറഞ്ഞു തന്നു, ഐസോടോപ്പ് പറഞ്ഞു തന്നു. ഇനി ഐസോബാറിൻ്റെ എക്സാമ്പിൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.
ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് എക്സാം ഹാളിൽ ചുറ്റുമ്പോൾ നന്നായി നമ്മൾ ആത്മവിശ്വാസം നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റും. ഐസോ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഐസോ ടോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഐസോ ബാർസ് ചോദിക്കാം, പറയാൻ പറ്റില്ല എന്തൊക്കെ എങ്ങനെ വേണോ ചോദിക്കാം, കാരണം ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഐസോ ബാർസിൻ്റെ എക്സാമ്പിൾ അറിയാവുന്ന കമൻറ്റ് ചെയ്യുക. ഐസോ ബാർസൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും, ഇപ്പോൾ അറിയാവുന്ന ഐസോ ബാർസിൻ്റെ എക്സാമ്പിൾ കമൻറ്റ് ചെയ്യുക. ഐസോടോണും ഐസോടോപ്സും എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇവിടെ ഐസോടോൺ നിങ്ങൾ കണ്ടു, C613 N714 ഒരു ഐസോടോൺസ് ആണ്. അതുപോലെ ഐസോടോപ്സ് പറഞ്ഞു, ഹൈഡ്രജൻ്റെ കേസ് ഐസോടോപ്സ് H1 പ്രോട്ടിയം, H12 ഡ്യൂട്ടീരിയം, H13 ട്രിഷ്യം, അത് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ്. ബാക്കി ഈ 3 എലമെൻസിനും സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറെൻറ്റ് മാസ് നമ്പറാണ്. ഐസോബാർസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പറാണ്, പക്ഷേ ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പറാണ്. അടുത്ത ചോദ്യം, ദ മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഓപ്ഷൻസ് always less than its atomic number, always more than its atomic number, sometimes equal to its atomic number, sometimes less than and sometimes more than its atomic number. അപ്പോൾ മാസ് നമ്പർ എന്താ, അറ്റോമിക് നമ്പർ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നതെന്ന് നേരത്തെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ്? മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസ്. അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസിൻ്റെ ന്യൂട്രോൺസിൻ്റെ ടോട്ടൽ നമ്പർ. നമ്മുടെ ചോദ്യം ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് പറയുന്നത്, ഓപ്ഷൻ എ പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എപ്പോഴും അറ്റോമിക് നമ്പറിനേക്കാൾ ലെസ്സർ ആയിരിക്കും എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഓൾവേസ് മോർ ദാൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എപ്പോഴും അറ്റോമിക് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണെന്ന് പറയുന്നു ഓപ്ഷൻ ബി. ഓപ്ഷൻ സി പറയുന്നു സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണെന്നാണ് ഓപ്ഷൻ സി. ചില സമയങ്ങളിൽ ടേം ശ്രദ്ധിക്കണം, ചില കേസിൽ അല്ലെങ്കിൽ ചില സർട്ടൺ കേസസിൽ മാസ് നമ്പർ അറ്റോമിക് നമ്പറുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ ഡി പറയുന്നത് സംടൈംസ് ലെസ് ദാൻ ആൻഡ് സംടൈംസ് മോർ ദാൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഓപ്ഷൻ ഡി പറയുന്നത് ചിലപ്പോൾ മാസ് നമ്പർ അറ്റോമിക് നമ്പറിനേക്കാൾ ലെസ്സർ ആയിരിക്കും, എന്നാൽ ചിലപ്പോൾ മാസ് നമ്പർ അറ്റോമിക് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. രണ്ടിതും പറയുന്നുണ്ട്, സംടൈംസ് ലെസ് ദാൻ ആൻഡ് സംടൈംസ് മോർ ദാൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ. പിന്നെ അത് ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് ഈസ് സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില കേസസിൽ അറ്റോമിക് നമ്പറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും എന്തുകൊണ്ട് ഓപ്ഷൻ ബി ആൻസർ വന്നില്ലാന്ന്. കാരണം ഓപ്ഷൻ എ വരില്ല നിങ്ങൾക്കറിയാം, ഒരിക്കലും മാസ് നമ്പർ അറ്റോമിക് നമ്പറിനേക്കാൾ ചെറുതായിരിക്കില്ല. ഇപ്പം അറ്റോമിക് നമ്പർ ഇപ്പോൾ നിങ്ങൾ കുറേ എക്സാമ്പിൾ കണ്ടു. ഇപ്പം N714, ഇപ്പം അറ്റോമിക് നമ്പർ 7ഉം മാസ് നമ്പർ 14ഉമാണ്. അപ്പോൾ മാസ് നമ്പർ ആയിരിക്കും കൂടുതൽ. കാരണം എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടെ കണക്കെടുക്കുമ്പോഴാണ് 14 വരുന്നത്, ആ ഒരു നമ്പർ വരുന്നത്. അപ്പം N714 നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എടുക്കുമ്പോഴാണ് ആ ഒരു മാസ് നമ്പർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലായി. ഒരിക്കലും മാസ് നമ്പർ അറ്റോമിക് നമ്പറിനേക്കാൾ ചെറുതാവില്ല. ഇവിടെ ഒരു സംശയം വന്നിരിക്കുന്നത് ബിയും സിയും തമ്മിലാണ് ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. ബി പറയുന്നു ഓൾവേസ് മോർ ദാൻ എസ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എപ്പോഴും അറ്റോമിക് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണ്. മോസ്റ്റ് ഓഫ് ദ കേസസിൽ അറ്റോമിക് നമ്പർ നമ്മൾ മാസ് നമ്പർ നോക്കുമ്പോൾ മാസ് നമ്പർ കൂടുതലായിരിക്കും, മാസ് നമ്പർ ആയിരിക്കും അറ്റോമിക് നമ്പറിനേക്കാൾ കൂടുതൽ. പക്ഷേ അവിടെ ഓൾവേസ് എന്നൊരു വാക്ക് അതാണ് അവിടുത്തെ ഒരു ആൻസർ മാറ്റിയത്. ഓപ്ഷൻ സി നോക്കൂ, സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ചില കേസിൽ മാസ് നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൻ്റെ ഈക്വൽ ആയിരിക്കും എന്ന്. അതാണ് അവിടുത്തെ എക്സെപ്ഷണൽ കേസ്. അതുകൊണ്ടാണ് അവിടെ ആൻസർ ഓപ്ഷൻ സി എന്ന് പറഞ്ഞത്. ഈ സംടൈംസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ കേസാണ്. നമ്മൾ നോക്കുക, ഹൈഡ്രജൻ എടുക്കണം. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറാണ്, ഹൈഡ്രജനാണ് പീരിയോഡിക് നമ്പറിൽ ആദ്യമുള്ളത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എത്രയാണ്? അതും 1 ആണ്. എന്താ കാരണം? ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ പ്രോട്ടോൺ, ന്യൂട്രോൺ ഇല്ല, ന്യൂട്രോൺ ആബ്സെൻ്റ് ആണ് ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ. അപ്പം മാസ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ എന്താ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസിൻ്റെ ടോട്ടൽ നമ്പറാണ്. ഹൈഡ്രജൻ്റെ ആറ്റത്തിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? 1 + 0, അതായത് ന്യൂട്രോൺസ് ഇല്ല. അപ്പം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് മാത്രം ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാസ് നമ്പർ എന്താ? 1 വരും. അപ്പോൾ അതുകൊണ്ടാണ് H11 ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആണ്. അതാണ് സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ. അതാണ് ആൻസർ ഓപ്ഷൻ സി വന്നത്. ഓപ്ഷൻ ബി പറയുന്നത് ഓൾവേസ് മോർ ദാൻ ഇറ്റ്സ് അറ്റോമിക് നമ്പർ. മോസ്റ്റ് ഓഫ് ദ കേസസിലും അറ്റോമിക് നമ്പറിനേക്കാൾ കൂടുതൽ തന്നെയാണ് മാസ് നമ്പർ. പക്ഷേ ഓൾവേസ് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അതാണ് ഹൈഡ്രജൻ്റെ കേസ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞ ആൻസർ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയെന്ന് തോന്നുന്നു.
ഇപ്പം എന്താണ് എൻ്റെ റീസൺ മനസ്സിലാവും, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇതുകൊണ്ടാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഹൈഡ്രജൻ്റെ മാസ് നമ്പർ 1 ആണ്. എന്തുകൊണ്ടാണ് മാസ് നമ്പർ 1 ആയത്? കാരണം ഹൈഡ്രജൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. അപ്പോൾ മാസ് നമ്പർ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഒറ്റ പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് മാസ് നമ്പറും 1 ആണ്, അറ്റോമിക് നമ്പറും 1 ആണ്. അതാണ് ഈ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു വന്നത്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ന്യൂക്ലിയൈ ആർ ഐസോട്ടോൺസ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ഐസോട്ടോൺസ്? ഇപ്പോൾ നമുക്ക് എന്താണ് ഐസോട്ടോൺസ്, എങ്ങനെയാണ് ഐസോട്ടോൺസ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ SC എന്ന് വെച്ചാൽ സെലീനിയം, SE സെലീനിയം 3474, GA 3171, GA എന്ന് വെച്ചാൽ ഗാലിയമാണ്. അടുത്ത ഓപ്ഷൻ ബി SR 3884, SR എന്ന് പറഞ്ഞാൽ സ്ട്രോൺഷ്യം ആണ്. വീണ്ടും അടുത്ത എലമെൻറ്റ് SR 3886 ആണ്. അപ്പം ഐസോട്ടോൺ, ഐസോബാർ, ഐസോടോപ്പ് ഇതൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാടാണ് കണ്ടുപിടിക്കാൻ. ഓപ്ഷൻ സി പറയുന്നത് MO 4292, അല്ലെ MO എന്ന് വെച്ചാൽ മൊളിബ്ഡിനമാണ്. അടുത്ത എലമെൻറ്റ് ZR, അതായത് ZR 1492, ZR സിർക്കോണിയമാണ്. അടുത്ത ഓപ്ഷൻ CA 2040, CA എന്ന് പറഞ്ഞാൽ കാൽസ്യം 2040, ആൻഡ് SS സൾഫർ S1632. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏതാണ് ഐസോട്ടോൺ? അപ്പോൾ എന്താണ് ഐസോട്ടോൺ? ദ എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എലമെൻറ്റ്സുകൾക്ക് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നാലാണ് അവയെ ഐസോട്ടോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളത് കണ്ടുപിടിച്ചാൽ മതി, അതാണ് ആൻസർ. പക്ഷേ എങ്ങനെയാണ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുക എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുള്ളൂ. അപ്പോൾ ഐസോട്ടോൺസ് എന്താ? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്, എലമെൻറ്റ്സ് അതായത് എലമെൻറ്റുകൾക്ക് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉള്ളതിനെയാണ് നമ്മൾ ഐസോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഐസോട്ടോൺ കണ്ടുപിടിക്കുന്നത്? ഐസോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺസിൻ്റെ ഐസോട്ടോൺ മനസ്സിലായി, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഇനി എങ്ങനെയാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നമ്മൾ മുന്നത്തെ ക്വസ്റ്റനിൽ പറഞ്ഞതാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഇവിടെ സെലീനിയം 3474 ആണ്. അപ്പം സെലീനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 34, മാസ് നമ്പർ 74. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഏത് നോക്കാം? 74 മൈനസ് 34 ഏത്? നമുക്ക് കിട്ടുന്നത് 40. അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 40. അടുത്ത ഗാലിയം, അടുത്ത എലമെൻറ്റ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എയിൽ അടുത്ത എലമെൻറ്റ് ഗാലിയം ആണ്. ഗാലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 31, മാസ് നമ്പർ 71 ആണ്. അപ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്ത് നോക്കൂ. 71 മൈനസ് 31 എത്രയാണ് കിട്ടുന്നത്? 40. അപ്പോൾ ഈ രണ്ട് എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണ്, 40 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ആദ്യത്തെ ഓപ്ഷനാണ് ആൻസർ എന്ന് കിട്ടിയല്ലോ. അടുത്ത ആൻസറും ഓപ്ഷൻ എ ആണ്. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ന്യൂക്ലിയർ ഐസോട്ടോൺസ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് ഐസോട്ടോൺസ് എന്ന് കിട്ടി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്. എന്താണ് ഐസോട്ടോൺസും എങ്ങനെയാണ് ഐസോട്ടോൺസ് കണ്ടുപിടിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഈ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ഐസോടോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ന്യൂക്ലിയർ ഐസോട്ടോൺസ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ ഒരു ഓപ്ഷനിൽ ഐസോടോപ്സ് ഉണ്ട്. ഏതോ ഒരു ഓപ്ഷൻ ഐസോടോപ്പ്, ആ ഓപ്ഷനിലെ എലമെൻറ്റ്സ് ഐസോടോപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഏത് എലമെൻറ്റ്സ് ആണ്, ഏതൊക്കെ രണ്ട് എലമെൻറ്റ്സ് ആണ്, ഏത് ഓപ്ഷൻ്റെ ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ്റെ എലമെൻറ്റ്സുകളാണ് ഐസോടോപ്സ് എന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഐസോബാർസിൻ്റെ എക്സാമ്പിൾ കമൻറ്റ് ചെയ്യാനും, പിന്നെ ഒന്ന് ഈ ഓപ്ഷനിൽ രണ്ട് എലമെൻറ്റ്സ്, അതായത് ഈ ഓപ്ഷൻ രണ്ട് എലമെൻറ്റ്സ് എന്താണ്? ഐസോടോപ്സ് ആണ്. ശ്രദ്ധിക്കുക, ഐസോടോപ്സ് ആണ്. അതേതാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഈ ക്വസ്റ്റ്യനായിട്ട് ഒന്ന് പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന്, അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾക്കത് ഈ എക്സാം ഹോളിലും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എഫേർട്ട് എടുത്തിട്ടാണ് ഈ ക്ലാസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ വായിക്കും നിങ്ങൾക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ക്ലാസ് LD, LGS, KAS, ഡയറി ഫാം ഇൻസ്ട്രക്ടർ അങ്ങനെ എല്ലാ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ടാണ്. +1, +2 NCERT സിലബസ് വൈസുള്ള ക്ലാസ്സാണ്. കാരണം എല്ലാ സിലബസിലും ഈ ഒരു ടോപ്പിക് +1, +2 NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുണ്ട്. അതായത് ഫിസിക്സും പഠിക്കാനുണ്ട്. ഫിസിക്സ് എല്ലാ എക്സാമിനും ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. കൂടുതൽ ക്ലാസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ +1, +2 NCERT, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി ക്ലാസ്സുകളൊക്കെ വരുന്നതാണ്. ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ ഡയറി ക്ലാസ്സും വരുന്നതാണ്. KAS, LGS, LD അങ്ങനെയുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള
GK ലെവൽ ക്ലാസ്സുകളും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.